തൃക്കാക്കരയിൽ ഞാൻ വന്നത് കോൺഗ്രസിന്റെ ആത്മഹത്യക്ക് തുല്യമായ നടപടിയാണെന്ന് മെയ് 4-ാം തീയതി നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ പറയുക, മാതൃകയായിട്ടുള്ള കുണ്ട്ര മണ്ഡലത്തിലെ MLA ആയി ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അടുത്തൊരു 5 വർഷം കഴിയുമ്പോൾ കാണണമെന്നാണ് ഞാൻ എൻ്റെ ഫ്യൂച്ചറിൽ കാണുന്നത്. ചക്കയ്ക്ക് മെയ് 4-ാം തീയതി ഒരു രുചി. അങ്ങനെ ചോദിച്ചാൽ പറയാം, എനിക്ക് 19 സീറ്റും കിട്ടണം എന്നാണ് എന്റെ ആഗ്രഹം. എങ്ങനെയാണ് പ്രതീക്ഷ? ഭയങ്കര ഭൂരിപക്ഷത്തിൽ ജയിക്കും, ഒരു സംശയം വേണ്ട. ഇനി ഇതിനകത്ത് പൊട്ടാൻ സാധ്യതയുണ്ടോ? പൊട്ടാതെ കിടക്കുന്ന സാധനങ്ങളുണ്ട്. പീതാംബരൻ ജയിച്ചാൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞ് ഇപ്പോഴേ കൊതിപ്പിക്കുന്നില്ല. കുറച്ച് മാത്രം ഞാൻ വായിക്കാം, ഒരുപാടുണ്ട്. അത് കേൾക്കാൻ എനിക്കിപ്പോ സമയമില്ല. നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസം ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് മാതാപിതാക്കളേത്. എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാം? ശരിക്കും മണ്ടനാണ് സർ. ജയിച്ചതിന് ശേഷം ജനങ്ങളിലേക്ക് ഒന്നും കൂടെ ഇറങ്ങി അവരുടെ വ്യക്തമായ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അത് നടത്തി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് എന്റെ ആദ്യത്തെ അജണ്ട. നമുക്ക് നല്ല ഒരു വീട് കെട്ടണം, ഒരു കാറ് വാങ്ങണം, ഒരു ഫ്രിഡ്ജ്, AC. വിശാല മനസ്കനെ സോപ്പടിച്ച് പ്രമോഷൻ വാങ്ങിക്കാൻ ഇരുന്നിട്ടിപ്പോ കടിച്ചതും പോയി പിടിച്ചതും പോയത് പോട്ടടാ. ഇതൊന്ന് നോട്ട് ചെയ്തോ, കേരളത്തിൽ ഈ വരുന്ന ഇലക്ഷൻ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോണ ചിഹ്നമാണ്. അതിന് പരശുരാമൻ ഒരിക്കൽ കൂടി മഴ എറിയേണ്ടി വരും. ഇവിടുത്തെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കാരും നൽകാത്ത പുതിയൊരു വാഗ്ദാനം ഞങ്ങൾ നൽകുകയാണ്. നമ്മുടെ കുണ്ട്രയിലെ NDA കാൻഡിഡേറ്റ് ആയിട്ടുള്ള ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദിനെ കുണ്ട്രയിൽ കൊണ്ടുവരുന്നതായിരിക്കും. ഭയങ്കര ബിസി അല്ലേ, നമ്മൾ പെട്ടെന്ന് വിളിച്ചാ എന്ത്, അവൻ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് വരും, അല്ലെങ്കിൽ ഞാൻ വരുത്തും. കണ്ടോ, കഥയില്ലാത്തവനാ. നമ്മുടെ കുണ്ട്ര മണ്ഡലത്തിൽ ഒരാൾ പോലും പട്ടിണി കിടക്കാൻ പാടില്ല. ബെസ്റ്റ് ഐഡിയ. ഒരു 2 കിലോ പാമായിലൂടെ കൊടുക്കാം. അതിനുള്ള എന്തെങ്കിലും ഒരു പദ്ധതി ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കും. കുറച്ച് ചാണകം എടുക്കട്ടെ? വേണ്ട, കണ്ടാത്തോണ്ട. പലരും ഡൗട്ട് ഉണ്ടാവും കുണ്ട്രയിൽ വരുമെന്നുള്ളത്. ഉറപ്പായിട്ടും കൊണ്ടുവരും. ഒരു വോട്ടിന് നമ്മുടെ നാടിനെ മാറ്റാനാവും. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. വികസനത്തിന്റെ ഏറ്റവും ഉയർന്ന ശ്രേണിയിലേക്ക് ഈ നാടിനെ കൈപ്പിടിച്ചുയർത്താൻ എന്നോടൊപ്പം കരുത്തായി എന്റെ പ്രിയപ്പെട്ട വോട്ടർമാരും നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതായത് ഒന്ന് എന്താന്ന് വെച്ചാല് ഒരു കിഴക്കമ്പലം മോഡൽ നമ്മുടെ ഏറ്റുമാനൂർ കൊണ്ടുവരാം. ആളുകൾക്ക് പ്രയോജനമുള്ള ഒരു നല്ല കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചാൽ നമ്മുടെ ഈ നാടിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് സഹതാപം തോന്നും. കിഴക്കമ്പലം നമുക്ക് ഏറ്റുമാനൂർ കൊണ്ടുവരാൻ സാധിക്കും. അതിന് മോദി സർക്കാർ നമ്മുടെ ഒപ്പമുണ്ട്. വെറും വാഗ്ദാനം കിട്ടുക. നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മതി, നമ്മുടെ നാട്ടിലുള്ള വികസനങ്ങളുടെ ഒക്കെ പിന്നിൽ കേന്ദ്ര സർക്കാർ തന്നെയാണ്. സമ്മതിച്ചേ? വികസനം എന്ന് ഈ പ്രസ്തുത നേതാക്കളെല്ലാം പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ കണ്ടോ വികസനം? വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. ഞാൻ തരുന്നതല്ല നിങ്ങൾ വാങ്ങേണ്ടത്, നിങ്ങൾക്ക് വേണ്ടതാണ് ഞാൻ തരേണ്ടത്. കൂടുതൽ സൗകര്യങ്ങൾ തന്നെ ഞങ്ങളെ വീർപ്പ് മുട്ടിക്കരുത് പ്ലീസ്. ഭയങ്കര ഭൂരിപക്ഷത്തിൽ ജയിക്കും, ഒരു സംശയം വേണ്ട. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. എല്ലാം കൂടെ ഒരുമിച്ച് വിളിച്ച് ഒരു ആഘോഷം വെക്കണം. അത് നല്ല ഭക്ഷണം കൊടുക്കണം, നല്ല ബിരിയാണി കൊണ്ടുപോയി ബിരിയാണി, കോഴിയിറച്ചി കൊണ്ടുപോയി കോഴിയിറച്ചി, അങ്ങനെ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എക്സ്പോർട്ട് ചെയ്യാനെന്നും പറഞ്ഞുണ്ടാക്കിയ പൊറോട്ടയും പപ്പടവും ചാക്ക് കണക്കിനാ കെട്ടിക്കിടക്കുന്നു. ഈ പോക്ക് പോയാൽ ഇനിയുള്ള കാലം ആ പൊറോട്ടയും പപ്പടവും തിന്ന് ജീവിക്കേണ്ടി വരും. തൃക്കാക്കരയിലെ കോട്ടയോ, ഏത് കോട്ട, എവിടുത്തെ കോട്ട, എല്ലാ കോട്ടയും പൊളിഞ്ഞു എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. അഖിലിന് ഈ കിട്ടുന്ന സ്വീകാര്യതയൊക്കെ വോട്ടായി മാറിയാൽ ഭൂരിപക്ഷം 10,000 കിടക്കുമെന്നാണ് അവർ ചർച്ച. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. അപ്പോൾ എന്നെ പല വഴിയിലൂടെ ഇല്ലാതാക്കാൻ നോക്കിയിട്ട് ഒന്നും പറ്റാതെ വന്നപ്പം ഞാൻ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയപ്പോൾ ആകെ പറഞ്ഞത് നിലപാടില്ലെന്നും പറഞ്ഞുകൊണ്ട് അതുപോലും ഒരു ബേസും ഇല്ലാത്ത കാര്യങ്ങൾ. സാർ തലക്കടി കൊണ്ടതിന് ശേഷം ഇങ്ങനെ പലതും മാറ്റി പറയുന്ന ഇനിയും പാടി എന്നെ സംഖ്യയാക്കിയേ പറ്റത്തുള്ളൂന്നുണ്ടെങ്കിലും എനിക്ക് സംഖ്യയാവാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. എനിക്ക് വിശ്വാസമില്ല. 1000 രൂപ കൊടുത്തവൻ അത് മാറ്റി പറയും. ഒരിക്കലും 1000 രൂപയ്ക്ക് വേണ്ടി മാറ്റി പറയില്ല മുതലാളി. ഞാൻ 1500 കിട്ടണം. ഈ ഗെറ്റ് ഔട്ട് കുറച്ച് നേരത്തെ എടുത്തിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പോയനെ. ഭരണവിരുദ്ധ വികാരത്തിൽ കേരളത്തിൽ UDF തരംഗം ആഞ്ഞു വീശി എന്ന് മാത്രമല്ല അതൊരു സുനാമിയായി അല്ലേ? വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ.
എല്ലാവരും നിശബ്ദരായിരിക്കുക. എനിക്കൊരു ചിന്തനം വരുന്നുണ്ട്. LDF, UDF, BJP ആര് വേണം വരട്ടെ, ആര് വന്നാലും കേരളം നന്നാൻ പോകുന്നില്ല. രാഘവൻ പറഞ്ഞത് വാസ്തവം. രാഘവൻ പറഞ്ഞത് വാസ്തവം. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്. പാവം.